ആശുപത്രിയിൽ ബോംബ് ഭീഷണിയുമായി ഇമെയിൽ സന്ദേശം. പാലക്കാട് വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഇമെയിൽ വഴി LTTയുടെയും ISIയുടെയും DMKയുടെയും പേരിലാണ് ഭീഷണി. ഓപ്പറേഷൻ സിന്ദൂറിനുള്ള മറുപടിയാണെന്നാണ് ഇമെയിലിൽ പറയുന്നത്. ആശുപത്രിയിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു പട്ടാമ്പി ചേരുന്നു. വിഷ്ണു, ഇത് പരിഭ്രാന്തി പരത്തുന്നൊരു സംഭവമാണ്. എപ്പോഴാണ് ഈ ഇമെയിൽ സന്ദേശം എത്തിയത്? എന്താണ് സന്ദേശത്തിൽ പറയുന്നത്? ടോം, തീർച്ചയായും ജനങ്ങളെയും വിദ്യാർത്ഥികളെയും കോളേജ് അധികാരികളെയും ഹോസ്പിറ്റലിലെ രോഗികളെയും അടക്കം ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് രാവിലെ ഇങ്ങനൊരു ഭീഷണി സന്ദേശം ഉയർന്നത്. പാലക്കാട് ഷൊർണൂർ വാണിയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയായ PK ദാസ് ഹോസ്പിറ്റലിലാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത്. ഹോസ്പിറ്റലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇമെയിലിലേക്കാണ് 9:40 ഒരു ഇമെയിൽ സന്ദേശം വരുന്നത്. അതായത് കോളേജിന്റെ ഈ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് അവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഉച്ചയ്ക്ക് 1:50 ഈ ബോംബ് പൊട്ടുമെന്നും ആളുകളെ ഒഴിപ്പിക്കണമെന്നുമാണ് ഭീഷണി സന്ദേശത്തിൽ ഉള്ളതായി പോലീസുകാർ നമ്മളോട് പറയുന്നത്. LTTയുടെയും ISIയുടെയും DMKയുടെയും പേരിലാണ് ഭീഷണി എത്തിയതെന്നും നമുക്ക് ലഭിക്കുന്ന വിവരത്തിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്ന് പോലീസും കോളേജ് അധികൃതരും ഹോസ്പിറ്റൽ അധികൃതരും അറിയിച്ചതിനെ തുടർന്നിട്ട് ഒറ്റപ്പാലം SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും ഷൊർണൂരിൽ നിന്നും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി, പാലക്കാട് നിന്നും ബോംബ് സ്ക്വാഡും വേഗത്തിൽ സ്ഥലത്തെത്തി വിശദമായ പരിശോധന കോളേജിലും ഹോസ്പിറ്റലിലുമായി വിശദമായ പരിശോധന നടത്തുകയും ഇപ്പോൾ ഇതൊരു വ്യാജ സന്ദേശമാണെന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുമായിരുന്നു. ടോപ്പ്. തീർച്ചയായും ആളുകൾ, കാരണം നിരവധി രോഗികളുണ്ട് അവിടെ, കോളേജിലാണെങ്കിൽ അവിടെ വിദ്യാർത്ഥികളുണ്ട്, അങ്ങനെ വലിയ ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യമാണ്. ഈ ഇമെയിൽ സന്ദേശം എത്തിയതിന് പിന്നാലെ തന്നെ ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിച്ചിരുന്നു. പോലീസ് അവിടെ എത്തി, ഡോഗ് സ്ക്വാഡ് എത്തി. പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? ഇത് വ്യാജ സന്ദേശമാണ് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ടോ? നിലവിൽ 1:50 ബോംബ് പൊട്ടുമെന്നാണ് അറിയിച്ചെങ്കിലും തുടർന്ന് പരിശോധന നടത്തി, വിശദമായ പരിശോധന കോളേജിലും ഹോസ്പിറ്റലുമായിട്ടൊക്കെ വിശദമായ പരിശോധന നടത്തി. കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഒക്കെ കോളേജിൽ നിന്നും സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റി. എന്നിട്ട് പോലീസിന്റെ ഒരു സുരക്ഷ തന്നെ കോളേജിൽ ഒരുക്കിയിരുന്നു. ഇതോടൊപ്പം തന്നെ ആശുപത്രിയിലും രോഗികളെ മാറ്റുന്നത് നടത്താൻ പറ്റിയ കാര്യമല്ല എങ്കിൽ കൂടി, കാരണം സുരക്ഷയിൽ വാർഡുകളിലൊക്കെ തന്നെ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ICU അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി. 2-2:30 വരെ പരിശോധന തുടരുകയും തുടർന്ന് ഇതൊരു വ്യാജ സന്ദേശം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇപ്പോൾ പരിശോധന എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. സംഘം മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടോം. യെസ്, കാരണം നമുക്കറിയാം ഇതുപോലെ വിഷ്ണു, സമാനമായ രീതിയിൽ നിരവധി വ്യാജ സന്ദേശങ്ങൾ പലയിടങ്ങളിലും എത്താറുണ്ട്. വിമാനത്താവളങ്ങളിൽ ബോംബ് വയ്ക്കും, അതല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ. ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റിൽ വരും, തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ വരെയും ബോംബ് വയ്ക്കുമെന്ന രീതിയിൽ ഭീഷണി സന്ദേശം ഇമെയിൽ വഴി എത്തിയതാണ്. സ്വാഭാവികമായി ഇത് കേൾക്കുമ്പോൾ ഒരു പരിഭ്രാന്തി ഉണ്ടാകാം, ആശങ്ക ഉണ്ടാകാം. പക്ഷെ പോലീസ് എത്തി പരിശോധിക്കും, വ്യാജ സന്ദേശമാണെന്ന് വ്യക്തമാക്കാനും കഴിയും. പക്ഷെ ഇതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ലല്ലോ, ഒരു തമാശയായി കാണാൻ കഴിയില്ലല്ലോ. ശക്തമായ നടപടി ആവശ്യമല്ലേ? പോലീസ് ഈ മെയിലിൻ്റെ ഉറവിടം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടോ? ടോം, തീർച്ചയായും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ബോംബ് ഭീഷണി. ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ, അടുപ്പിച്ച മാസങ്ങളിലായി തന്നെ ജില്ലാ കളക്ടറേറ്റിലും കളക്ടറേറ്റിന് തൊട്ടടുത്തുള്ള വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ബോംബ് ഭീഷണി ഉണ്ട് എന്ന് പറയുകയും ആളുകൾ പരിഭ്രാന്തരാവുകയും ഇറങ്ങി ഓടുകയും ആളുകൾ ഒഴിപ്പിക്കുകയും ആ ഒരു ദിവസത്തെ ആ ഓഫീസ്, ആ ജില്ലാ കളക്ടറിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് പോലീസ് സംഘവും എത്തുന്നു, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവരെത്തുന്നു, വിശദമായി പരിശോധന നടത്തുന്നു. ഒരു വലിയൊരു സമൂഹത്തെ തന്നെ ബുദ്ധിമുട്ടുന്ന തരത്തിലാണ് ഈ ബോംബ് ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഈ AI സാങ്കേതിക വിദ്യയുടെ കാലത്ത് തന്നെ ഇത് ഉറവിടം കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യവും പോലീസിനെ വലയ്ക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇപ്പോൾ ആളുകളും പോലീസും ഒക്കെ ഈ ഭീഷണി വരുമ്പോൾ വ്യാജ ഭീഷണി എന്നുള്ളൊരു മുൻധാരണയും കൂടി എടുക്കുന്നതും ഒരു ഭയാനകപ്പെടുത്തുന്ന കാര്യമാണ്. ഭാവിയിൽ വലിയ രൂക്ഷമായ സത്യാവസ്ഥയുള്ള ബോംബ് ഭീഷണിയൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ഈ ഒരു അലസത ചിലപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും. കാരണം സ്ഥിരമായി ഇങ്ങനെ വരുമ്പോൾ ആളുകൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് വ്യാജ ബോംബ് ഭീഷണിയാവും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെയിൽ വന്നതിനടുത്തടുത്തും വിദഗ്ധ സംഘം, സൈബർ സംഘം, പോലീസിന്റെ സൈബർ സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന്റെ ഉറവിടത്തെ കുറിച്ച് കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്.
അതാണ് വിഷ്ണു പറഞ്ഞതുപോലെ പ്രസക്തമായിട്ടുള്ള കാര്യം. കാരണം പതിവായി ഇത്തരം വ്യാജ ബോംബ് ഭീഷണികൾ വരുന്നുണ്ട്. തുടർച്ചയായി ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, അല്ലെങ്കിൽ ആരെങ്കിലും വ്യാജ സന്ദേശം അയച്ചതാണെന്ന് തോന്നാം. പക്ഷേ ഈ സമീപകാലത്താണ് ഡൽഹിയിൽ നിരവധി മനുഷ്യരുടെ ജീവനെടുത്ത സ്ഫോടനമുണ്ടായത്. അതിനുശേഷം ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ, പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാജ്യത്തെ വിവിധയിടങ്ങളിൽ, അതായത് ഗ്രാമങ്ങളിലുൾപ്പെടെ കൂട്ട സ്ഫോടനങ്ങൾക്ക് ഈ തീവ്രവാദ സംഘടനകൾ പദ്ധതിയിട്ടിരുന്നുവെന്നാണ്. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ നിരവധി പേരെ, ഇതിൻ്റെ മുഖ്യ ആസൂത്രകരടക്കം പിടികൂടാൻ കഴിഞ്ഞു, തീവ്രവാദ ബന്ധമുള്ളവരെ പിടികൂടാൻ കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഇതുപോലുള്ള വ്യാജ സന്ദേശമാണെങ്കിൽ പോലും ഗൗരവമായി തന്നെ ഇതിനെ കാണേണ്ടതാണ്. ആരാണ് ഈ സന്ദേശം അയച്ചതെന്ന് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യണം.